ഒരു സന്തോഷ വാർത്ത. അതായത് തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റൽ സമരം അൺകണ്ടീഷണലായിട്ട് UNA, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ, അവർ വിഡ്രോ ചെയ്തു. അൺകണ്ടീഷണൽ, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, അൺകണ്ടീഷണൽ. അവരുടെ 9ഓളം കണ്ടീഷൻസ് അവർ മുമ്പിൽ വെച്ചിരുന്നു. ഒരൊറ്റ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തതിൽ ഒരു ദൂരെ കളഞ്ഞു. ആ രീതിയിൽ ആ സമരം അവസാനം അവരത് അവസാനിപ്പിച്ചു. അതായത് കേരളത്തിലെ പല മീഡിയയും, പ്രത്യേകിച്ച് ഒരു യൂട്യൂബർ, ചില സാറ്റലൈറ്റ് ചാനല് വെച്ചങ്ങനത്തി ഓരോ സംഭവങ്ങൾ. ഞാനും ഇതിനെപ്പറ്റി 2ഓളം വീഡിയോ ചെയ്തു. അതായത് ഇതിൻ്റെ CEO-യുമായിട്ടൊരു ഇൻ്റർവ്യൂ 2 പ്രാവശ്യം ചെയ്തു. അതാണ് ഞാൻ ചെയ്തത്. എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുക. ലോജിക്കലി നീതിപരമായ എല്ലാ സമരങ്ങൾക്കും എൻ്റെ പിന്തുണയുണ്ട്. ഒരു മനുഷ്യൻ്റെ രീതിയാണ്. അതിന് ലോജിക്ക് ഉണ്ടാവണം, അതിന് ഒബ്ജക്റ്റീവ് ഉണ്ടാകണം. പക്ഷെ അനാവശ്യമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ അടപ്പിക്കാൻ ശ്രമിക്കുക. അതാണ് UNAയും ഈ പറയുന്ന ജാസ്മിൻ ഷായ് ഉൾപ്പെടെ കാണിച്ചത്. ഞാൻ നേരത്തെ ജാസ്മിൻ ഷായെ പറ്റി പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹത്തെ ഭയങ്കരമായി പിന്തുണച്ച ഒരു യൂട്യൂബർ വന്നിരുന്നു. ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ക്വസ്റ്റ്യൻ മാർക്കാണ്. അതാണ് നമ്മൾ തൃശ്ശൂർ കണ്ട അമല സമരം. ഒരു കണ്ടീഷനും ഇല്ലാതെ വിഡ്രോ ചെയ്ത് അവരൊരു പണവും കൂട്ടിക്കൊടുത്തില്ല, ഒരു സാലറിയും കൂട്ടിക്കൊടുത്തില്ല. അതേപോലെ തന്നെ ജൂബിലിയുടെ സമരം ഏകദേശം 130-135ഓളം ദിവസം. എത്രയോളം നേഴ്സസ് അവരുടെ ലൈഫ് ക്വസ്റ്റ്യൻ മാർക്കാക്കി. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? വെടി തീർന്നു പോയി. ആരാണ് ഇതിന് ഉത്തരവാദി? എടുത്ത് ചാടി പിള്ളേർ. ഈ സമരത്തിൽ ഏർപ്പെട്ട കുട്ടികൾ, അതായത് നേഴ്സസ് ആയിട്ടുള്ള കുട്ടികൾ, പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അപ്പം ഇവരെയൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ഇല്ലാത്തൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാക്കിയെടുക്കണം. ഇതായിരുന്നു ധാരണ. കാരണം ഞാൻ ഇതിൻ്റെ ഡേറ്റ എല്ലാം പരിശോധിച്ചതാണ്. കാരണം ഇവിടുത്തെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് 32,000 പേറോളിൽ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എക്സ്പീരിയൻസ് അനുസരിച്ച് 65,000 വരെ കൊടുക്കുന്നുണ്ട്. അത് വീണ്ടും കൂട്ടണം സമരം. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, കേരളത്തിൻ്റെ രീതിയിൽ ഒരു ശമ്പള സ്കെയിലിൽ ഈ ഹോസ്പിറ്റൽ ഇവർ പറയുന്ന രീതിയിൽ ഈ സാലറി അങ്ങോട്ട് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ ആശുപത്രി വരുന്ന കാത്തലിക് സഭയുടെയാണ്. അവരുടെ വിശ്വാസികൾ മാത്രമല്ല, സാധാരണക്കാരനും പാവം പിടിച്ചവരൊക്കെ വരുന്നുണ്ട്. അവരുടെയൊക്കെ റേറ്റ് എന്ന് പറയുന്ന ഇവിടുത്തെ കോർപ്പറേറ്റ് വലിയ ആശുപത്രികളെ അപേക്ഷിച്ച് വളരെ ചീപ്പാണ്. ഒരു പ്രസവം അതെടുക്കാൻ 9,000 രൂപയുള്ളൂ അവിടെ. ഏതെങ്കിലും കേരളത്തിൽ ഇതേപോലെ ഹൈ എൻഡ് ഹോസ്പിറ്റലിൽ ആ ചാർജ് ചെയ്യാൻ പറ്റുമോ? സർജറി എല്ലാത്തിനും മനസ്സിലാക്കും. അവിടെ ഡോക്ടേഴ്സിനും ഈ പറയുന്ന കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ കൊടുക്കുന്ന പോലെ ടാർജറ്റോ ഈ പറയുന്ന വലിയ സാലറി ഒന്നുമില്ല. നിങ്ങൾ CMC വെല്ലൂരിനെ നോക്കുകയാണെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അത്രമാത്രമേ ഉള്ളൂ. കാരണം ഇത് പ്രോഫിറ്റ് മേക്കിംഗ് പോലെ പോകാൻ പറ്റത്തില്ല. അതിനുകൊണ്ട് ആ മാനേജ്മെൻറ്റ് ഇത് ചെയ്യുന്നത് എന്താണ്? മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന്, അതായത് CSIR, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അവരെ കൊണ്ട് ഇത് ഫണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഇത് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ഒന്നും കാണിക്കാനില്ല, എന്നാൽ നഷ്ടവും അല്ല. അങ്ങനെയാണ് ഇത് റൺ ചെയ്യുന്നത്. 70 വർഷത്തെ പാരമ്പര്യമുണ്ട്. എന്തൊക്കെയാണ് ഈ പറയുന്ന ജാസ്മിൻ ഷായും? എനിക്ക് ജാസ്മിൻ ഷായുടെ പേഴ്സണലായിട്ട് ഞാൻ ലൈഫിൽ അയാളെ കണ്ടിട്ടില്ല. ഇവൻ ആൾ ശരിയല്ലെന്ന് നേരത്തെ അറിയാം. കൂടെ ഉള്ളവർ തന്നെ പറഞ്ഞേക്കുന്നത്. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അടയ്ക്കാൻ വളരെ പെട്ടെന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഈ പറയുന്ന തമാശയൊന്നുമല്ല. 10 പേരിരുന്ന് കുത്തി അവിടെ കിടന്ന് നിരാഹാരം ഇരുന്നാലൊന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകത്തൊന്നുമില്ല. അതിന് ഭയങ്കര പെയിനാണ്. അപ്പം എന്തിനു വേണ്ടിയാണ് സമരം ചെയ്തത് ആർക്കും അറിയത്തില്ല. എന്ത് നേട്ടമാണ് കൊണ്ടുവന്നത് അതും അറിയത്തില്ല. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫെയിലിയർ ഉണ്ടായി. അതായത് UNA എന്ന് പറയുന്ന സംഭവം വലിയ സംഭവമായിട്ടാണ് മാറിയത്. പിന്നീട് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മുഴുവനും പേഴ്സണൽ ഗെയിംസിലോട്ടങ്ങ് പോയി. അവിടെയാണ് ഇത് പരാജയം ഉണ്ടാകാൻ കാരണം. മറ്റൊരു സംഭവം പറയട്ടെ.
ഈ കാത്തലിക് സഭ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ല. ഇത് ഈ ജൂബിലി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് തൃശ്ശൂർ രൂപതയുടെയാണ്. അവിടെയുള്ള ആൾക്കാരും ഫണ്ട് ചെയ്തും മറ്റുള്ള വിദേശത്തുള്ള അതിൻ്റെ വിശ്വാസികളും ഫണ്ട് ചെയ്തിട്ടാണ് ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വരുന്നത്. അതിൻ്റെ മേൽനോട്ടവും പരിപാടിയും ഒക്കെ ഈ പറയുന്ന അച്ഛന്മാരും കന്യാസ്ത്രീകളും അവരാണ് ചെയ്യുന്നത്. അതിലെന്താ തെറ്റ്? അപ്പം അങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി വരുമ്പോൾ അറത്തുകൊല്ലികളായ കോർപ്പറേറ്റ് ഒരു ഭാഗത്ത്, അതിനെ പാരലായിട്ട് ഇതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിയുമ്പോൾ ഇത് നോർമലി എന്നെയും നിങ്ങളെയും പോലെയുള്ള ജനങ്ങൾക്ക് ആവശ്യമാണിത്. അതുകൊണ്ട് തന്നെയാണ് ബേസിക്കലി തൃശ്ശൂരിലുള്ള ആളുകൾ, അതായത് നിങ്ങൾക്കറിയാം, പല കാത്തലിക് സഭയിലെ ചില അവിടുന്ന് സഭയിൽ നിന്ന് പറഞ്ഞു വിട്ട ചില അച്ഛന്മാരും ചില ആൾക്കാരും ഒക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. നിങ്ങൾ കണ്ടു കാണും, VD സതീശിനെ പോയി കാണുന്നു സപ്പോർട്ടിന്, അതേപോലെ മുരളീധരനെ പോയി കാണുന്നു. ഇവരോടൊക്കെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഇവർക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഒട്ടും കുറവല്ല. ഇതൊരു നോർമലായിട്ട് സ്റ്റാൻഡേർഡ് സാലറിയാണ്. കാരണം ഗവൺമെൻറ് കൊടുക്കുന്ന പോലെ സാലറി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കാൻ പറ്റത്തില്ല. ഇത് നോർമലാണ്. അപ്പം ഇനി ഈ കുട്ടികളുടെ ഭാവി എന്തുവാ ഉണ്ടാവുന്നത്? അതാണ് സോഷ്യൽ മീഡിയ കാലം. മനസ്സിലാക്കുക, ഞാൻ CJP സമരത്തെ സപ്പോർട്ട് ചെയ്തത്, ജന്തർ മന്ദർ സമരത്തെ സപ്പോർട്ട് ചെയ്തത് അതിന് ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു. ഒബ്ജക്റ്റീവ് നീറ്റ് എക്സാമിനേഷൻ്റെ ലീക്കാണ്. അവർ പറയുന്നതിനകത്ത് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന UNAയുടെ സമരത്തിൽ ആ പാവം പിടിച്ച കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവിടെ കൊണ്ട് അതിൻ്റെ എന്ത് ന്യായീകരണമുള്ളത്? കംപ്ലീറ്റ് കപടതയും കള്ളത്തിലും ഓരോന്ന് പടച്ചു വിടുന്ന യൂട്യൂബർമാരും അതിനെന്ത് വിലയാണ് കൊടുത്തത്? ഈ പറയുന്ന കുട്ടികളുടെ എല്ലാ ഭാവി തുലാസിലോട്ട് പോവുകയാണ്. ഉറപ്പായിട്ടും ഇവർ വിദേശത്തോട്ടും പല രാജ്യങ്ങളിലോട്ടൊക്കെ പോകേണ്ടവരാണ്. കാരണം ഇന്നത്തെ കാലത്ത് ലോകത്ത് എവിടെ റിക്രൂട്ട്മെൻറ്റ് ചെയ്താലും സോഷ്യൽ മീഡിയ വെറ്റിംഗ് എന്നൊരു സംഭവമുണ്ട്. അതിനകത്ത് ഈ സെർവറുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്, സെർവർ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് വെറ്റ് ചെയ്യാൻ വേണ്ടി. ഇതിനകത്തൊക്കെ ഇതേപോലെയുള്ള, കാരണം ഒരു ഹെൽത്ത്, അതൊരു ഫാക്ടറി അല്ല. ഹെൽത്തുമായി ബന്ധപ്പെട്ട് അതിനൊത്തിരി പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവർക്കും അറിയാം. അവർ ഈ വാരി വലിച്ചൊന്നും സാലറി കൊടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റത്തില്ല. കാരണം ഈ അവിടെ വരുന്ന ആൾക്കാരെ മുഴുവൻ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്തേ സാറ്റിസ്ഫൈ ചെയ്തേ കൊണ്ടുപോകാൻ പറ്റൂ. കാരണം ആ രീതിയിലുള്ള പണം അവരുടെ നിന്ന് വാങ്ങാൻ പറ്റത്തില്ല. അതാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം ജനങ്ങളുമായിട്ടാണ് കമ്മിറ്റ്മെൻറ്റ്. അതിന് സഭാവിശ്വാസികളോട് മാത്രമൊന്നുമല്ല. ഉറപ്പായിട്ടും അതിനകത്ത് കൺസെഷനും പരിപാടികളൊക്കെ അവർ പല CSR ഫണ്ടിങ് അനുസരിച്ച് അവർ കൊടുക്കുന്നുമുണ്ട്. ഇതാണ് പരാജയം എന്ന് പറയുന്നത്. ഈ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം UNAയ്ക്കും അതിനെ പിന്തുണച്ച യൂട്യൂബർമാർക്കും ചില സാറ്റലൈറ്റ് ചാനൽ എന്തിനു വേണ്ടിയാണ് ഇവർ സപ്പോർട്ട് ചെയ്തത്? എന്ത് കാര്യമാണ് ഇതിൻ്റെ അകത്ത് നേടാൻ സാധിച്ചത്? ഒരു സമയത്ത് കത്തി ജ്വലിക്കുന്ന UNA എന്ന് പറയുന്നത് വെടിതീർന്ന്, അതായത് വെടിതീർന്ന കുറ്റികളെ പോലായി മാറും. ഇതാണ് സംഭവിച്ചത്. അതായത് കംപ്ലീറ്റ് പൊളിഞ്ഞ് നാശമായിപ്പോയി. ആരാണ് നേട്ടം ഉണ്ടാക്കിയത്? ആരും നേട്ടം ഉണ്ടാക്കിയില്ല. സഭയുടെ സ്റ്റാൻഡ് ക്ലിയറായിട്ട് അങ്ങ് നിന്നു. ഒരു കാരണവശാലും കാത്തലിക് സഭയ്ക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം അതിന് ഭയങ്കര ചോദ്യചിഹ്നങ്ങളുണ്ട്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാത്തലിക് സഭയുടെ അച്ഛന്മാരാണെങ്കിലും ബിഷപ്പ്മാരാണെങ്കിലും അവർ തെറ്റ് ചെയ്യുന്നതിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാം. എന്ത് പേരിലാണ് ഈ ജൂബിലിയെ അമലെ അറ്റാക്ക് ചെയ്യുന്നത്? എന്താ അതിൻ്റെ ബേസ് റീസൺ എന്തുവാ? അവരെന്താ ആൾക്കാരുടെ കൂടുതൽ പണം വാങ്ങിയിട്ട് ഇവർക്ക് കൊടുക്കാതിരുന്നോ? ഇങ്ങനൊന്നും ഇവർക്ക് പറയാൻ സാധിക്കുന്നില്ല. ഈ പറയുന്ന പബ്ലിക്കിനെ ലൂട്ട് ചെയ്തോ? ഇപ്പം ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജൂബിലിയിൽ ഭയങ്കരമായിട്ട് പണം വാങ്ങുന്നുണ്ട് എല്ലാവരുമായിട്ട്. കാരണം പബ്ലിക്കിന് അനുകൂലമായിട്ട് നിൽക്കുന്നതാണ് അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തൃശ്ശൂരിലെ ജനങ്ങളും സഭയും ഒറ്റക്കെട്ടായിട്ട് ജൂബിലിയുടെയും കാത്തലിക് സഭയുടെ രൂപതയുടെയും കൂടെ നിന്നത്. അവിടെയാണ് ഇത് സക്സസ് എന്ന് പറയുന്നത്. അതായത് വീണ്ടും ആവർത്തിക്കുന്നൊരു സംഭവമുണ്ട്. അനാവശ്യ സമരങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമില്ല. കേരളത്തെ നശിപ്പിച്ചത് ഇതേപോലെയുള്ള അനാവശ്യ സമരങ്ങളാണ്. ഇവിടുത്തെ ഫാക്ടറികളാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പൂട്ടിപ്പോയത്. ആ ഒരു സമരം വീണ്ടും കൊണ്ടുവരാനാണ് UNAയും
പ്രത്യേകിച്ച് ജാസ്മിൻ ഷായി ഈ പറയുന്ന യൂട്യൂബറും ശ്രമിച്ചത്. ഇവരെ തള്ളിക്കളഞ്ഞ ജനങ്ങളാണ് ചാമ്പ്യന്മാർ, അല്ലാതെ ആശുപത്രി മാനേജ്മെൻ്റ് അല്ല. ഇവരെ തള്ളിക്കളഞ്ഞ തൃശ്ശൂരിലെ ജനങ്ങളാണ് ഈ സമരത്തിൽ വിജയിച്ചത്. ഇതിൽ പരാജയപ്പെട്ടതോ പാവം പിടിച്ച കുട്ടികൾ, അതായത് നേഴ്സിംഗ്, അതായത് വിദേശ സ്വപ്നം കണ്ട് കഴിയുന്ന കുട്ടികൾ. അവരാണ് ഇനി അടുത്ത തീരുമാനം എടുക്കേണ്ടത്. മാനേജ്മെൻറ്റായിട്ട് കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് പോവുക. കാരണം നിങ്ങളുടെ ഭാവി വലിയ പ്രശ്നമാണ്. കാരണം കാരണം ആലോചിക്കേണ്ട വിഷയം, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ തൃശ്ശൂരല്ല, നിങ്ങളുടെ ഡെസ്റ്റിനേഷനൊക്കെ വിദേശ രാജ്യമാണ്. അതുമാത്രം കണക്കിലാക്കുക. അതായത് നിങ്ങൾക്ക് സാലറി കിട്ടുന്നു, അത് സ്റ്റാൻഡേർഡ് സാലറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ മറ്റേ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് 3ഓളം ടീച്ചേഴ്സിനെ, അതായത് മലബാർ ഭാഗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. നിങ്ങൾ അവരുടെ സാലറി നോക്കിയോ? 12,000 13,000 രൂപ. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇത്രയും വർഷം, അവിടെ ടെമ്പററി ആയിട്ട് കോൺട്രാക്ട് ബേസിസിലല്ല, അത്രയേ ഉള്ളൂ അവരുടെ സാലറി. അതേപോലെ പ്രൈവറ്റ് സ്കൂളുകൾ പലത് CBSE മറ്റോ, അവരുടെയൊക്കെ സാലറി ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് 32,000 to 65,000 സാലറി സ്കെയിൽ എന്ന് പറയുന്നത് മോശമല്ല. ഇന്ത്യയുടെ, അതായത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അത് മോശമായ സാലറി അല്ല. ഏതായാലും സമരം തീർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതേപോലെയുള്ള അനാവശ്യ സമരമായിട്ട് വരുന്ന ഉണ്ടക്കണ്ണനെ ചവിട്ടി ദൂരെ കളയാനും ഈ പറയുന്ന ആൾക്കാരെ പൊളിച്ചു നശിപ്പിക്കാൻ നടക്കുന്ന യൂട്യൂബറെ അവനെ മര്യാദയ്ക്ക് നിർത്താനും നിങ്ങൾ തയ്യാറായാൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.